8 കഥാപാത്രങ്ങൾ മാത്രമുള്ള ഒരു ഡ്രാമ ത്രില്ലർ മലയാള സിനിമയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു IT കമ്പനി ഏകദേശം 3000-ഓളം എന്താ പറയുക ജോലിക്കാരുള്ള ഒരു IT കമ്പനി. അവിടെ 7 ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. 7 ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ ഹെഡ് ഉണ്ടാവും, ഓരോ തലവന്മാരുണ്ടാവും. അപ്പോൾ ഒരു ദിവസം ഈ 7 ആൾക്കാർ ഇതിൻ്റെ CEO വിളിപ്പിക്കുകയാണ്. ഒരു ഞായറാഴ്ച വിളിപ്പിക്കുകയാണ്, ഓഫീസിലേക്ക് വിളിപ്പിക്കുകയാണ്, അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓഫീസിൽ വരുന്നതും അവിടെ ഒരു പുതിയൊരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ടാകും. ആ ഒരു ഓഫീസിനെ നിലനിർത്താൻ പറ്റുന്ന ഒരു പുതിയൊരു പ്രൊജക്റ്റ്, ഏകദേശം 400 കോടി അങ്ങനത്തെ ഒരു കണക്ക് പറയുന്നുണ്ട്. 400 കോടിയുടെ പ്രൊജക്റ്റ് ആയിരിക്കും. അതിൽ 100-120 കോടിയോളം അതിൽ ലാഭവും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് ഇവരുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. ഈ 7 ആൾക്കാരെ ഇത് പറഞ്ഞല്ലോ, ഇതിൻ്റെ 7 ഡിപ്പാർട്ട്മെൻറ്റിൽ, ആ 7 ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഈ 7 തലവന്മാരിൽ ആരോ ഒരാൾ ഈ കമ്പനിയെ ചതിക്കാണ്. അങ്ങനെ ഈ ഒരു സംഭവം അതാരാണ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അന്ന് ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നത്. കുറഞ്ഞ സമയമുണ്ട്, ഏകദേശം 1.5 മണിക്കൂറേ ഉണ്ടാവുള്ളൂ ഇതാരാന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ അവിടെ വെച്ച് ഈ ചതിച്ച ആളെ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആരാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഏകദേശം ഒരു 1.25 മണിക്കൂർ, 2 മണിക്കൂറിനടുത്ത് സിനിമയുടെ ദൈർഘ്യം വരുന്നുണ്ട്. സിനിമയുടെ പേര് വരുന്നത് ദ സസ്പെക്ട് ലിസ്റ്റ് എന്നാണ്. അപ്പോൾ മലയാള സിനിമയാണ് കേട്ടോ. അപ്പോൾ മലയാള സിനിമയാണ്. സസ്പെക്ട് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പാടാമെന്ന് വിചാരിക്കാണ്ട് ഒരു പരീക്ഷണ ചിത്രമാണ്. വിനീത് കുമാർ മാത്രമേ ഈ സിനിമ, മൊത്തം 8 കഥാപാത്രങ്ങളാണുള്ളത്. അതിൽ വിനീത് കുമാർ മാത്രമേ ഇതിൽ പരിചയമുള്ള ആളായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പെർഫോമൻസിലൊക്കെ കാണാനുണ്ട്. സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് എന്താ പറയുക, ഒരു ഷോർട്ട് ഫിലിം പോലെയൊക്കെ അതിന് ഷോർട്ട് ഫിലിം മോശം എന്നല്ല പറയുന്നത്, പക്ഷെ ആ ഒരു മേക്കിംഗ് പോലെയൊക്കെ തോന്നും. പിന്നെ ആ ഒരു ഇതിലേക്ക് വന്നപ്പോൾ ഒരു റൂമിൽ നിന്നാണ് പിന്നീട് കൂടുതലും, ഏകദേശം 1 മണിക്കൂറോളം ആ ഒരു റൂമിൽ നിന്നുള്ള സീനുകളാണ്. 1.5 മണിക്കൂറോളം ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇയാളാണ് ചെയ്തത്, പിന്നെ ഇത് കണ്ടുപിടിക്കാനുള്ള ഓരോ ഐഡിയകൾ പറയുന്നത്, അങ്ങനെ കുറേ സംഭവങ്ങളാണ് നമ്മൾ എൻഗേജ് ചെയ്ത് ഇരുത്തുന്നുണ്ട്. പക്ഷേ ഇത്രയും സമയം, ഏകദേശം 1 മണിക്കൂർ 54 മിനിറ്റ് എടുത്തുണ്ട് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. അത്രയും സമയം എന്ന് പറയുന്നത് കുറച്ചൊരു ലെങ്ത്ത് കൂടുതലായിപ്പോയി. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തീർക്കാവുന്ന ഒരു ഷോർട്ട് മൂവി പോലെയാണ് എനിക്ക് ഈ ഒരു സിനിമയിൽ തോന്നിയത്. പക്ഷെ അത്രയും ലെങ്ത്ത് വേണ്ടായിരുന്നു. പിന്നെ പെർഫോമൻസുകളൊക്കെ എല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ, പുതുമുഖങ്ങളാണെങ്കിൽ പോലും അത്യാവശ്യം കൊള്ളാവുന്ന എല്ലാവരും നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ സ്വപ്ന എന്നൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. അവർ കുറച്ചൊന്ന് ഓവറായതുപോലെ തോന്നി. ബാക്കി എല്ലാവരും അവരുടെ റോളുകൾ നീറ്റായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഷോർട്ട് മൂവിയായി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവങ്ങൾ. അതിൻ്റെ കണ്ടന്റ് അങ്ങനെയാണ് ഒരു കണ്ടന്റ്. ക്ലൈമാക്സിലെ ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു 1 ടൈം വാച്ചബിളായിട്ട് കണ്ടിരിക്കാൻ, ടൈം പാസിന് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു എൻഗേജിങ് ത്രില്ലർ എന്നൊക്കെ പറയാം. ഒരു ത്രില്ലർ മൂവി ആയിട്ടാണ് ഈ ഒരു സിനിമയെ ഞാൻ കണക്കാക്കുന്നത്. iStream OTT പ്ലാറ്റ്ഫോമിലാണ് വന്നിരിക്കുന്നത്. ഒരു പരീക്ഷണ ചിത്രമാണ്, ഒരു കൊച്ചു ചിത്രമാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ, കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൺഫോംസ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ദ സസ്പെക്ട് ലിസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇതിൽ ഇവർ തമ്മിൽ നടത്തുന്ന കൺവെർസേഷൻസ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ, ആ ഒരു സംഭവം, കൺവെർസേഷൻ, ഇത് കണ്ടുപിടിക്കാനുള്ള സംഭവങ്ങൾ, അത് നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ. അതൊക്കെയാണ് ഇതിൽ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കൂടുതലായിട്ടൊന്നും ഒരു അവകാശവാദങ്ങളൊന്നും പറയാവുന്ന ഒരു സിനിമയല്ല. ദ സസ്പെക്ട് ലിസ്റ്റ് ആണ് ഒരു കൊച്ചു സിനിമയാണ്. പക്ഷേ ലെങ്ത്ത് കുറച്ച് കൂടിപ്പോയി എൻ്റെ ഒരു അഭിപ്രായം. ലെങ്ത്ത് കുറച്ചുകൂടി ഒന്ന് കുറയ്ക്കാമായിരുന്നു. വെറുതെ ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് ദ സസ്പെക്ട് ലിസ്റ്റ് ആണ് ഈ ഒരു സിനിമ. iStream OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.